to you. Happy birthday to you, Annukutty. അന്നിക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. വലിയ രീതിയിലെ ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. അവളെ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകാം, സൂ ഒക്കെ മൃഗങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ വഴിയേ വരുന്നുണ്ട്. രാവിലെ കുളിച്ച് സുന്ദരിയായി അവളുടെ അച്ഛൻ്റെ കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണിത്. Happy birthday to you, Annukutty. ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം പാവാട അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം പട്ടുപാട് മേടിക്കുന്നത് വെച്ചാൽ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു ഫ്രോക്കാണ് മേടിച്ചിരുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഉച്ചയ്ക്ക് അവൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു രീതിയിൽ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ കറിയും ഉണ്ടായിരുന്നേനെ. ഇപ്പോൾ അമ്മ ഇല്ലായിരുന്നു ഇപ്രാവശ്യം, അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ മാത്രമേ കറികൾ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ കുറച്ച് പഴയ ഫോട്ടോസ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചെറിയൊരു രീതിയിൽ ട്രിവാൻഡ്രത്തെ സൂ ഒന്ന് കാണാം. സൂവിൻ്റെ അകത്തേക്കുള്ളൊരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. മെയിൻ ഭാഗം വിട്ടുപോയി എടുക്കാനായിട്ട്. ഇപ്പോൾ ആ മെയിൻ ഭാഗത്തുനിന്ന് വരുന്ന റോഡാണിത്. സൈഡിൽ പിള്ളേർക്കൊക്കെ കളിക്കാനൊക്കെ സ്ഥലമുണ്ട്. പക്ഷേ ഇപ്പം കൊറോണയുടെ ഇതായിട്ട് അവിടെ ഓപ്പൺ ആണെന്ന് തോന്നുന്നില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നടക്കാനൊക്കെ വരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സൂവിനകത്ത് കയറാനായിട്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ. അതും എനിക്ക് തോന്നുന്നു കുട്ടികൾ തന്നെയാണ് കൂടുതലുള്ളത്. ഞാനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ പോയി ടിക്കറ്റ് മേടിച്ചു. കാരണം ടിക്കറ്റ് കിട്ടുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. 4:30 അവിടെ എത്തിയപ്പോൾ 4:45 വരെ ഉണ്ടായിരുന്നുള്ളൂ ടിക്കറ്റിൻ്റെ ടൈം. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറി. ഇത് അകത്തുനിന്ന് വീണ്ടും ഒരു എൻട്രൻസ് ഉണ്ട്. ആ കാണുന്ന ഗേറ്റാണ്. കൊറോണയ്ക്ക് മുൻപായിട്ടൊരു 1.5 ഇയർ മുന്നേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ മോളില്ലാതെ ഞങ്ങൾ പോയതാണ്, ഞാനും ചേട്ടനുമായിട്ട്. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഒരു ഭംഗി, ഒരു പീസ്ഫുള്ളൊന്നും എൻ്റെ അകത്തില്ലായിരുന്നു. കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയും ഒരു പീസ്ഫുള്ളൊക്കെയാണ് അവിടെ. ഭയങ്കര ഒരു സമാധാനം, ഒരു റിലാക്സേഷനാണ് അതിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേനും. ഇപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ തന്നെ കുറച്ച് ഇന്ത്യൻ ഈ കാളകളിലെ പോത്തുകളാണ് അവിടെ കിടക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഈ സൈഡിൽ വന്നിട്ട് അവിടെ ഇതാണ് ചൊക്കനാണുള്ളത്. അന്നുവിനെ പറയാൻ ചൊക്കൻ. കറക്റ്റ് പേര് ഞാൻ വിട്ടുപോയി, നോട്ട് ചെയ്തതായിരുന്നു, ഞാൻ മറന്നുപോയി. കറുത്ത കളറിലെ. അപ്പം അന്നുവിനെ കൊണ്ടുപോയ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. പുള്ളിക്കാരൻ ചില്ലയിലിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആ സമയത്ത് അന്ന് പോയി നോക്കാം, ഓപ്പൺ ആണോ എന്താണെന്ന് നോക്കാം, മൃഗങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ സമയത്ത് ചൊക്കനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അന്നുവിനെ കൊണ്ടുപോയ സമയത്ത് അന്നുവിനെ കാണാൻ പറ്റിയില്ല. പക്ഷേ അന്നു ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ടി വിയിലൊക്കെ കാണുമ്പോൾ ഓടിച്ചെല്ലും ചൊക്കൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട്. പക്ഷേ അന്നുവിനെ കാണാൻ പറ്റിയില്ല. ചൊക്കനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ദേ പറയുന്നുണ്ട്, വാ ചൊക്കേ. ഇപ്പം കേൾക്കാതെ. അതുപോലെ അന്നു ഫസ്റ്റ് ടൈമാണ് സൂ കാണുന്നത്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇതുപോലെ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത്. നമുക്കിപ്പോൾ കുറച്ചുകൂടെ ഒരു അറിവ് വന്നതിന് ശേഷം എല്ലാം കാണാനും കേൾക്കാനും അത് പറയാനും എടുക്കാനും അതെന്താണമ്മ ഇതെന്താണമ്മ എന്ന് ചോദിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പുള്ളിക്കാരിക്ക്. അപ്പോൾ അവൾ ഭയങ്കര സന്തോഷം. പാട്ടൊക്കെ പാടി അത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയും പാട്ട് പാടലും ചിരിയും ബഹളമൊക്കെ ആയിരുന്നു. അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പ്രാവുകളും തത്തമ്മയും വെറൈറ്റി കളേഴ്സിലൊക്കെ അവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അതിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സൗണ്ട് ഇടാത്തെന്ന് വെച്ചാൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതായത് പുതിയ ഓരോ കാര്യങ്ങളും അവിടെ കൊണ്ടുവരുന്നുണ്ട് അവർ. അപ്പോൾ പണിയൊക്കെ നടക്കുന്നതിൻ്റെ കുറച്ച് സൗണ്ട് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സൗണ്ട് ഇടാത്തത് കേട്ടോ. തത്തമ്മയൊക്കെ കണ്ടു, എന്ത് ബ്യൂട്ടിഫുള്ളാണ്, ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. എന്താ അവൾക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പഞ്ചവർണ്ണ തത്തയെന്ന്. ആകെ തത്തയെ കണ്ടിട്ട്, പക്ഷേ പേര് വേറെയാണ്. അവൾ അതേപോലെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ അവളെ എടുക്കാം, കാല് വേദനിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അവൾ തന്നെ അങ്ങ് നടക്കുകയാണ്. മുക്കാൽ ഭാഗവും അവൾ തന്നെ നടക്കുകയാണ് ചെയ്തത്. എടുക്കാമെന്ന് വെച്ചിട്ട് അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അത് നടന്ന് കണ്ട് എടുക്കാനായിരുന്നു ഇഷ്ടം, ഓടാനും എടുക്കാനും ഒക്കെ. അപ്പം വലിയ ആൾക്കാരൊന്നുമില്ല, കണ്ടില്ല, ഒരാൾക്കാർ പോലും ഞങ്ങളുടെ ബാക്കിലോ ഫ്രണ്ടിലോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. ആദ്യത്തെ കുറച്ച് ഏരിയ എന്ന് പറയുന്നത് പക്ഷികളുടെ ആണ് കേട്ടോ. അപ്പം നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ ഇത് പരുന്താണ് കേട്ടോ. അത് നല്ല വൈറ്റ് കളറിൽ, അത് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, കേൾക്കാൻ പറ്റും. എന്ത് രസം, അത് ഇങ്ങ് അടുത്ത് വന്നിരിക്കുമായിരുന്നു. ഇത് വേറൊരു ഇനം പക്ഷിയാണ്. ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വലിയ കൂടാരം തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ടുണ്ട്. ഒരു പിങ്കിഷ് കളറാണ്. എന്താ പറയുക, എൻ്റെ പേര് വന്നിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ സൈഡിൽ കൊടുത്തേക്കാവേ. കിട്ടുവാണെങ്കിൽ ഞാൻ പേര് കിട്ടുവാണെങ്കിൽ സൈഡിൽ കൊടുത്തേക്കാം. ഒരുപാട് ഇതുണ്ട്, അതും പല പല സൈസിൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണിത്. അല്ല അമ്മ സൂപ്പറാ. മുതലയാണ് കിടക്കുന്നത് വെള്ളത്തിനടിയിൽ. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, അടിയിൽ കിടക്കണം, മിണ്ടാതെ കിടക്കുകയാണ്. ഒരു വെള്ളത്തിൻ്റെ ഒരു ശക്കലും പോലെ ചലനം ഉണ്ടാക്കുന്നില്ല, അങ്ങനെയാണ് കിടക്കുന്നത്. ഇത് വന്നിട്ട് മാനാണ്. മാനിൻ്റെ പേര് ഞാൻ കിട്ടുവാണെങ്കിൽ സൈഡിൽ കൊടുത്തേക്കാം. അത് വന്നിട്ട് രണ്ടെണ്ണത്തിനെ കാണാൻ പറ്റുള്ളൂ, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് അത് കാണാനായിട്ട്. അതിൻ്റെ കൊമ്പ് തന്നെ ഭയങ്കര രസമാണ്. അത് ഫുഡ് കഴിക്കുന്ന സമയമായിരുന്നു, ഒരു ഈവനിങ്, നമ്മൾ 4:45 കാണും. അപ്പോൾ നല്ല രസമായിരുന്നു അതിനെ കാണാനായിട്ട്. അന്നു കണ്ടിട്ട് അതിനെ വിളിക്കുന്നുണ്ടായിരുന്നു, ഉമ്പേ ഇങ്ങ് വാ എന്ന്. എവളുടെ വിളി കേൾക്കുന്നുണ്ട്, അത് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഒരെണ്ണവും കൂടി ഇതിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ടായിരുന്നു. ഇവിടെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൃഗം, അതായത് ഒരുപാട് കാണാൻ പറ്റുന്നത് മാനുകളെയാണ്. പലതരം മാനുകളുണ്ട്, അതും ഇഷ്ടം പോലെയാണ്. 100 കണക്കിന് മാനുകളുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അതും പല പല സെക്ഷനിലാക്കിയാണ് അവരിട്ടിരിക്കുന്നത്.
അന്നു കണ്ണെടുക്കാതെ നോക്കിയ മറ്റൊരു ജീവിയാണിത്, ഹിപ്പോപ്പൊട്ടാമസ്. ഇതും ഞാനും ആദ്യമായിട്ടാണ് ഇത് വെള്ളത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന കാണുന്നത്. ഞങ്ങൾ മിക്കപ്പോഴും പോകുമ്പോൾ ഇത് വെള്ളത്തിൽ കിടക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇതെല്ലാം വെള്ളത്തിന് പുറത്ത് നിൽക്കുന്ന കാണുന്നത്. അപ്പോൾ അത് സംഭവം ഇതിൽ വെള്ളം കുറവായിരുന്നു. അതിൽ വെള്ളം അതായത് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ പുറത്തിറങ്ങി നിന്നത്. അപ്പോൾ ഇതിനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതും ഇത്രയും അടുത്ത് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. അവളും ഇതാദ്യമായിട്ട് കാണുന്നതാണ്. ഭയങ്കര അതിനെ വിളിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് അത് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാനായിരുന്നു ക്യാമറ ഹാൻഡിൽ ചെയ്തിരുന്നത്, അതുകൊണ്ട് വീഡിയോയിൽ എന്നെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ വന്ന് നിന്നിട്ട് അവൾ വരുന്നുണ്ടായിരുന്നില്ല, വിളിച്ചിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല. മക്കളെ നമുക്ക് അടുത്ത് പോയി എന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഇല്ല, അവൾ ഇവിടെ നിന്ന് പാപ്പം കഴിക്കുന്ന കണ്ടിട്ട് വരാം എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അതിന് ഭയങ്കര കാണാൻ തന്നെ മസിലൊക്കെ ഇങ്ങനെ നിന്നിട്ട് കാർട്ടൂണിലൊക്കെ കാണുന്ന അതുമാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും വലിച്ചു കൊണ്ടുപോവുകയാണ്. പിന്നെ വളരെ വിഷമമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അവൾക്ക് പുലിയൊക്കെ ഉണ്ടായിരുന്നു. അവയൊന്നും ഉണർന്നിരിക്കുന്നതും അവയ്ക്ക് നടക്കുന്നതൊന്നും കാണാൻ പറ്റിയില്ല, വിളിക്കുന്നതോ ശബ്ദം ഉണ്ടാക്കുന്നതോ ഒന്നും കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് ആഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന സമയത്ത് നന്നായിട്ട് അവ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു, ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ അതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിനിടയിൽ ഒരുപാട് ഞാൻ മിസ്സാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വീഡിയോ ഭയങ്കരമായിട്ട് ലോങ്ങായി പോകും. അപ്പോൾ നിങ്ങളെ മുഷിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ലോങ് ആക്കാത്തത്. ഈ മയിലെന്ന് പറയുന്നത് ഇത് സാധാരണ ഇങ്ങ് അടുത്ത് വരാറില്ല. ഇതിപ്പോൾ അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അത് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് പോകും, അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെയും കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.